തെരഞ്ഞെടുത്ത വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. മൗറീഷ്യസ് പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് സമ്മാനിച്ചു. ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥി. പോർട്ട് ലൂയിസ്. മൗറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മൗറീഷ്യസ് പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ GCSK മോദിക്ക് മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുൽ സമ്മാനിച്ചു. ഒരു ഭാരതീയന് മൗറീഷ്യസ് പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിക്കുന്നത് ഇതാദ്യം. ഭാരതവും മൗറീഷ്യസും തമ്മിൽ നൂറ്റാണ്ടുകളായുള്ള സൗഹൃദത്തിനും ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കുമായി ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്ന് മോദി പറഞ്ഞു. ദേശീയ ദിനാഘോഷ ഭാഗമായ പരേഡിൽ ഭാരത നാവികസേനാ സംഘവും പങ്കെടുത്തു. മോദി സംഘത്തെ അഭിവാദ്യം ചെയ്തു. നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ഫ്ലൈപാസ്റ്റിന്റെ ഭാഗമായി നാവികസേന യുദ്ധക്കപ്പൽ INS ഇംഫാലും ആഘോഷങ്ങൾക്ക് പോർട്ട് ലൂയിസിലെത്തിയിരുന്നു. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുലവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചു. ഭാരത പങ്കാളിത്തത്തോടെ നിർമ്മിച്ച അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് ഇന്നൊവേഷൻ ഉദ്ഘാടനം പ്രധാനമന്ത്രി മോദിയും ഡോക്ടർ നവീൻ ചന്ദ്ര രാങ്കുലവും ചേർന്ന് നിർവഹിച്ചു. മൗറീഷ്യസിലെ ഭാരത സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഗംഗാ തലാവോ സന്ദർശിച്ച നരേന്ദ്രമോദി മഹാകുംഭമേള നടന്ന പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നിന്നുള്ള തീർത്ഥജലം ഇവിടെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. നാണ്യപ്പെരുപ്പം വീണ്ടും കുറഞ്ഞു. ന്യൂഡൽഹി. രാജ്യത്തെ വിലക്കയറ്റം നാണ്യപ്പെരുപ്പം വീണ്ടും കുത്തനെ കുറഞ്ഞത് 3.61%. ജനുവരിയിലെ നാണ്യപ്പെരുപ്പ നിരക്കായ 4.26 നിന്ന് 0.65% കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കുതിപ്പ് പകരുന്നതുമാണിത്. സകല മേഖലകളിലും ശക്തമായ ഉണർവുണ്ടായതിന്റെ വ്യക്തമായ പ്രതിഫലനം കൂടിയാണിത്. 2024 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഫെബ്രുവരിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഗണ്യമായ കുറവ് വന്നതോടെയാണ് വിലക്കയറ്റത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുറവ് വന്നത്. ഒരു വർഷത്തിലേറെയായി പച്ചക്കറി വിലകളാണ് നാണ്യപ്പെരുപ്പത്തിന്റെ പ്രധാന ഘടകമായി തുടരുന്നത്. കഴിഞ്ഞ 12 മാസങ്ങളിൽ 9ലും പച്ചക്കറി വിലകളിൽ വർധനയുണ്ടായിരുന്നു. അനുകൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പച്ചക്കറികളുടെ ലഭ്യത മെച്ചപ്പെട്ടതാണ് വില കുറയാനും അതുവഴി നാണ്യപ്പെരുപ്പ നിരക്ക് കുറയാനും കാരണമായത്. മുട്ട, മാംസം, മത്സ്യം, പയർവർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയും കുറഞ്ഞു. നാണ്യപ്പെരുപ്പ നിരക്ക് വിലക്കയറ്റം 4% താഴെയാകണമെന്നായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇത് അതിലും വളരെ കുറഞ്ഞതോടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ RBIക്ക് അവസരമൊരുങ്ങും. ദീക്ഷിതിന് ഇൻസ്പയർ അവാർഡ്. എഗരൂർ. ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡിന് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ ഈയാട് CCUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി TK ദീക്ഷിത് അർഹനായി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പും നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷനും ചേർന്ന് ദേശീയ തലത്തിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിലെ നൂതന ആശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനാണ് ഇൻസ്പയർ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിജയികൾക്ക് പ്രശസ്തി പത്രവും 10,000 രൂപയും ലഭിക്കും. ശിവപുരം തേങ്ങിനക്കുന്നുമ്മൽ ദീപുവിന്റെയും ഷിജിയുടെയും മകനാണ് ദീക്ഷിത്. സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ഡോക്ടർ സംഗീത ചേനംപുല്ലിക്ക്. പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് സ്വദേശി ഡോക്ടർ സംഗീത ചേനംപുല്ലിക്ക് സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിലാണ് പുരസ്കാരത്തിന് അർഹമായത്. വെള്ളത്തിൽ നനവുണ്ടായതെങ്ങനെ എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമാക്കിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 20,000 രൂപയും
പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അവാർഡ് നൽകുന്ന തീയതി പിന്നീട് അറിയിക്കും. ആലിപ്പറമ്പ് സ്വദേശിയായ സംഗീത നിലവിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. രാംദാസ് മുണ്ടംകോടിയാണ് ഭർത്താവ്. മകൻ അലൻ, അച്ഛൻ ആർ വിശ്വനാഥൻ, അമ്മ സി രാധാബായി. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി സംവദിച്ച് ഗവർണർ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം. ന്യൂഡൽഹി. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാനത്തെ എംപിമാരുമായി സംവദിച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ന്യൂഡൽഹി കേരള ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഗവർണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് ആദ്യമായാണ്. രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടെ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി എംപിമാർ മുന്നോട്ടു പോകണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാനാണ്. ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിനു മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് ഒപ്പം താനും ഉണ്ടാകുമെന്ന് ഗവർണർ അറിയിച്ചു. ടീം കേരളയോടൊപ്പം ഗവർണറും ഉണ്ട് എന്നത് ആഹ്ലാദകരവും ആവേശകരവുമാണെന്ന് ഇത് ഒരു പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വികാരത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് ആവട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളായ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ, ഇ ടി മുഹമ്മദ് ബഷീർ, വി കെ ശ്രീകണ്ഠൻ, കെ രാധാകൃഷ്ണൻ, ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, ആന്റോ ആന്റണി, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, എൻ കെ പ്രേമചന്ദ്രൻ, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ, രാജ്യസഭാംഗങ്ങളായ പി ടി ഉഷ, ജോസ് കെ മാണി, പി വി അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, എ റഹീം, പി പി സുനീർ, ഡോക്ടർ വി ശിവദാസൻ, ജബി മേത്തർ, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പ്രത്യേക ക്ഷണിതാവായിരുന്നു. കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത്താഴ വിരുന്നും ഗവർണർ ഒരുക്കിയിരുന്നു. അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡീംഡ് സർവകലാശാലയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ IIMC കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഏപ്രിൽ 16. ഡിജിറ്റൽ ജേർണലിസം, ന്യൂ മീഡിയ, കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, റിപ്പോർട്ടിംഗ്, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് പാഠ്യപദ്ധതി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. കേന്ദ്ര സർവകലാശാലകളിൽ UG പൊതുപ്രവേശന പരീക്ഷ മെയ് 8 മുതൽ. +2കാർക്ക് 2025-26 അധ്യയന വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് CUET UG 2025 മാർച്ച് 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. മെയ് 8-നും ജൂൺ 1-നും മധ്യേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുന്നത്. കേന്ദ്ര സർവകലാശാലകൾ ഉൾപ്പെടെ രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ CUET UG അടിസ്ഥാനത്തിലാണ് ബിരുദ പ്രവേശനം. പരീക്ഷാ വിജ്ഞാപനവും ഇൻഫർമേഷൻ ബുള്ളറ്റിനും https://cuet.nta.nic.in ൽ ലഭ്യമാണ്. ഇനി പറയുന്ന യോഗ്യതയുള്ളവർക്ക് CUET UG 2025 പങ്കെടുക്കാം. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യ ബോർഡ് പരീക്ഷ പാസ്സായിരിക്കണം. ഏത് സ്ട്രീമുകാർക്കും അപേക്ഷിക്കാം. 2025 പരീക്ഷ എഴുതുന്നവരെയും പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ത്രിവത്സര അംഗീകൃത ഡിപ്ലോമ, ഇന്റർമീഡിയറ്റ്,
അല്ലെങ്കിൽ ദ്വിവത്സര പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ്, +2 തുല്യമായി അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കെല്ലാം പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് പ്രായപരിധിയില്ല. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത CUET UG പരീക്ഷയിൽ 13 ഭാഷാ വിഷയങ്ങളും 23 ഡൊമെയ്ൻ പ്രത്യേക വിഷയങ്ങളും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉൾപ്പെടെ 37 വിഷയങ്ങൾ ഉണ്ടാവും. ഈ വിഷയങ്ങളെല്ലാം ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുണ്ട്. ലാംഗ്വേജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അടക്കം പരമാവധി 5 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പരീക്ഷ അഭിമുഖീകരിക്കാം. ഓബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിൽ ഓരോ ടെസ്റ്റ് പേപ്പറിലും 50 ചോദ്യങ്ങൾ വീതമുണ്ടാവും. എല്ലാത്തിനും നിർബന്ധമായും ഉത്തരം നൽകേണ്ടതുണ്ട്. ശരി ഉത്തരത്തിന് 5 മാർക്ക്. ഉത്തരം തെറ്റിയാൽ ഓരോ മാർക്ക് കുറയ്ക്കും. 60 മിനിറ്റാണ് ഓരോ ടെസ്റ്റ് പേപ്പറിനും അനുവദിക്കുന്ന സമയം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഉൾപ്പെടെ 13 ഇന്ത്യൻ ഭാഷകളിൽ ചോദ്യപേപ്പറുകൾ ഉണ്ടാകും. ഏത് ഭാഷയിലെ ചോദ്യം പേപ്പറാണ് ആവശ്യമെന്ന് ഓൺലൈൻ അപേക്ഷയിൽ വ്യക്തമാക്കണം. പരീക്ഷാ സ്ലോട്ടും ഷിഫ്റ്റും സമയക്രമവും പിന്നീട് അറിയിക്കും. പരീക്ഷാ ഘടനയും സിലബസും വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ലഭിക്കും. പരീക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമായി 300 നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ചെങ്ങന്നൂർ, മൂവാറ്റുപുഴ, എറണാകുളം, വയനാട്, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് നഗരങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കും. വിദേശത്ത് മസ്കറ്റ്, ദുബായ്, ഷാർജ, അബുദാബി, ബഹ്റിൻ, കുവൈറ്റ്, റിയാദ്, വാഷിംഗ്ടൺ, സിംഗപ്പൂർ മുതലായ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. മുൻഗണനാക്രമത്തിൽ 4 നഗരങ്ങൾ പരീക്ഷയ്ക്കായി തെരഞ്ഞെടുക്കാം. ഫീസ് CUET UG 2025 പരീക്ഷയ്ക്ക് ലാംഗ്വേജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉൾപ്പെടെ പരമാവധി 5 വിഷയങ്ങൾ ഒരാൾക്ക് പരീക്ഷയ്ക്കായി തെരഞ്ഞെടുക്കാവുന്നതാണ്. 3 വിഷയങ്ങൾക്ക് വരെയുള്ള ഫീസും അധിക ഓരോ വിഷയത്തിനും നൽകേണ്ട ഫീസും ചുവടെ. ജനറൽ വിഭാഗത്തിലുള്ളവർ 100 + 400 രൂപ. OBC നോൺ ക്രീമിലെയർ ഓർ EWS 900 രൂപ + 375 രൂപ. SC ST PWBD ഓർ തേർഡ് ജെൻഡർ 800 രൂപ + 350 രൂപ. ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകളിലേക്ക് 4500 രൂപ + 1800 രൂപ. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ UPI ഓർ നെറ്റ് ബാങ്കിംഗ് മുഖാന്തിരം മാർച്ച് 23 രാത്രി 11:50 മണി വരെ ഫീസ് അടയ്ക്കാം. ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് വിവിധ ഘട്ടങ്ങളിലായി അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കി കൺഫർമേഷൻ പേജിന്റെ പ്രിന്റൌട്ട് എടുത്ത് റഫറൻസിനായി സൂക്ഷിക്കേണ്ടതാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്ന സർവകലാശാലകൾക്കും കോഴ്സുകൾക്കും അനുയോജ്യമായ വിഷയങ്ങൾ CUET പരീക്ഷയ്ക്ക് തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവേശന നടപടികൾ: ബനാറസ് ഹിന്ദു, ജവഹർലാൽ നെഹ്റു, പോണ്ടിച്ചേരി, ഡൽഹി, ഹൈദരാബാദ്, അലിഗർ മുസ്ലിം, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉൾപ്പെടെ 46 കേന്ദ്ര സർവകലാശാലകളിലും മറ്റ് നിരവധി സർവകലാശാലകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൽപ്പിത സർവകലാശാലകൾ എന്നിവിടങ്ങളിലും CUET UG 2025 സ്കോർ അടിസ്ഥാനത്തിൽ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം തേടാം. കാസർഗോഡ് പെരിയയിലും കേന്ദ്ര സർവകലാശാലയുണ്ട്. ഇവിടെ 4 വർഷ BA ഇന്റർനാഷണൽ റിലേഷൻസ് കോഴ്സിലാണ് പഠനാവസരം. CUET UG 2025 സ്കോറിന് 2025-26 വർഷത്തെ പ്രവേശനത്തിന് മാത്രമാണ് പ്രാബല്യം. ഫലപ്രഖ്യാപനത്തിന് ശേഷം സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ യഥാസമയം കൗൺസലിംഗ് അല്ലെങ്കിൽ അഡ്മിഷൻ ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കും. കോഴ്സുകളും യോഗ്യതാ മാനദണ്ഡങ്ങളും പ്രവേശന നടപടികളും വാഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അർഹതയുള്ളവർക്ക് അപേക്ഷ നൽകി അഡ്മിഷൻ നേടാം. പൊമ്പൊടിഞ്ഞ് ചെമ്പട. പാരീസ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂൾ ക്വാർട്ടർ കാണാതെ പുറത്ത്.
പ്രീ ക്വാർട്ടർ രണ്ടാം പാദത്തിൽ ലിവർപൂളിനെ 1-ന് വീഴ്ത്തിയ പാരീസ് സാൻ ജെർമെയിനാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ലിവറിന്റെ സ്വന്തം ആൻഫീൽഡിൽ നടന്ന പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയായിരുന്നു PSG വിജയം സ്വന്തമാക്കിയത്. ആദ്യ പാദത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന PSG രണ്ടാം പാദത്തിൽ ഒരു ഗോൾ തിരിച്ചടിച്ച് സമനിലയായതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-4 എന്ന സ്കോറിനാണ് ചെമ്പടയെ PSG വീഴ്ത്തിയത്. ലിവർപൂൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരഫലമായിരുന്നു ഇത്. അതേസമയം മിന്നും ഫോമിൽ കളിക്കുന്ന PSG-ക്ക് ഇത് അർഹിച്ച വിജയവുമായി. നെയ്മറും മെസ്സിയും പോയ ശേഷവും തങ്ങളുടെ ശക്തിയിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നു കൂടി തെളിയിക്കുന്നതായി PSG-യുടെ ജയം. മിന്നും പ്രകടനത്തോടെ ഗോൾ കീപ്പർ ഡൊണ്ണരുമ PSG-യുടെ ഹീറോയായി. മികച്ച സേവുകൾ നടത്തിയ ഡൊണ്ണരുമ PSG-യെ കരകയറ്റുകയായിരുന്നു. ലിവർപൂളിന്റെ ഡാർവിൻ നൂനസ്, കർട്ടിസ് ജോൺസ് എന്നിവരുടെ സ്പോട്ട് കിക്കുകൾ ഡൊണ്ണരുമ തടഞ്ഞിട്ടു. പാരീസിന് ആയി ഷോട്ടെടുത്ത 4 പേരും ലക്ഷ്യം കണ്ടപ്പോൾ ലിവർപൂളിൽ മുഹമ്മദ് സലാ മാത്രമാണ് പെനാൽറ്റി ലക്ഷ്യം കണ്ടത്. ലക്ഷ്യയും മാളവികയും ഇന്നിറങ്ങും ലണ്ടൻ. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ഭാരതത്തിന്റെ ലക്ഷ്യം സെന്നും മാളവികയും ഇന്നിറങ്ങും. ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയാണ് ലക്ഷ്യയുടെ എതിരാളി. വനിതാ വിഭാഗത്തിൽ മാളവിക ബെൻസോദ് ജപ്പാന്റെ 3-ാം നമ്പർ താരം അകാനെ യാമുഗൂച്ചിയെയും നേരിടും. പ്രകാശ് പദുകോൺ 1980, പുല്ലേല ഗോപിചന്ദ് 2001 എന്നിവർ ഇവിടെ കിരീടം നേടിയിട്ടുണ്ട്. എന്നാൽ ബാഡ്മിന്റണിലെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിൽ ആർക്കും കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. 2015 സൈന നെഹ്വാളും 2022 ലക്ഷ്യ സെന്നും ഫൈനലിൽ കളിച്ചു. ഇത്തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിംഗിൾസിൽ ലക്ഷ്യയ്ക്ക് പുറമെ മലയാളി താരം HS പ്രണോയിയും മത്സരിക്കുമ്പോൾ മാളവികയെ കൂടാതെ PV സിന്ധുവും ഇന്ത്യയ്ക്കു വേണ്ടി പോരാട്ടത്തിനിറങ്ങി. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ജോഡികളായ സ്വാതിക് സായ് രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം മത്സരിക്കും. വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ 3 ജോഡികൾ ഇറങ്ങും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ്, ടാനിഷ ക്രാസ്റ്റോ, അശ്വിനി പൊന്നപ്പ, പ്രിയ കൊഞ്ചങ്ബാം, ശ്രുതി മിശ്ര സഖ്യങ്ങളാണ് ഇറങ്ങുക. മിക്സഡ് ഡബിൾസിൽ സതീഷ് കരുണാകരൻ, ആദ്യ വൈര്യത്ത്, ധ്രുവ് കപില, ടെനീഷ് കാസ്ട്രോ, രോഹൻ കപൂർ, ഋത്തിക ഗഡ്ഡെ എന്നിവരും പങ്കെടുക്കും. റാങ്കിംഗ് ഭാരതമയം. ദുബായ്. ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിന് പിന്നാലെ ICC ഏകദിന റാങ്കിംഗ് ഭാരതമയമായി. മുൻനിരയിൽ കൂടുതലും ഭാരത ബാറ്റർമാരാണ്. വൻ കുതിപ്പ് നടത്തിയ ശുഭ്മാൻ ഗിൽ തന്നെയാണ് പട്ടികയിലെ ഒന്നാമൻ. 784 പോയിന്റാണ് ഗില്ലിനുള്ളത്. ദയനീയ പ്രകടനമാണ് പാക് താരം ബാബർ അസം നടത്തിയതെങ്കിലും 765 പോയിന്റുമായി അദ്ദേഹം രണ്ടാമതുണ്ട്. 756 പോയിന്റുമായി രോഹിത് ശർമ്മ 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. നേരത്തെ 7-ാം സ്ഥാനത്തായിരുന്നു രോഹിത്. 736 പോയിന്റുമായി വിരാട് കോഹ്ലി 5-ാം സ്ഥാനത്തുണ്ട്. കോഹ്ലിക്ക് ഒരു സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. 4-ാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയുടെ ഹെൻറി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മികച്ച റൺസ് ടോപ്പറായ ശ്രേയസ് അയ്യർ 704 പോയിന്റുമായി 8-ാം സ്ഥാനത്തുമുണ്ട്. ന്യൂസിലൻഡിന്റെ ഡാരിൽ മിച്ചൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 6-ാമതായി. അയർലൻഡ് താരം ഹാരി ടെക്ടറാണ് 7-ാമത്. ചരിത് ആസലങ്ക, ഇബ്രാഹിം സദ്രാൻ എന്നിവർ യഥാക്രമം 9, 10 സ്ഥാനങ്ങളിൽ. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ KL രാഹുൽ 16-ാം സ്ഥാനത്താണ്. 14 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ന്യൂസിലൻഡ് ഓപ്പണർ രജിൻ രവീന്ദ്ര
14 സ്ഥാനത്തേക്ക് ഉയർന്നതാണ് മികച്ച നേട്ടം. ബൗളിംഗിൽ ഭാരതത്തിന്റെ കുൽദീപാണ് നേട്ടമുണ്ടാക്കിയത്. മൂന്നാമതാണ് അദ്ദേഹം. 3 സ്ഥാനങ്ങളാണ് കുൽദീപ് മെച്ചപ്പെടുത്തിയത്. ടൂർണമെന്റിൽ 9 വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം പുറത്തെടുത്ത ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റ്നർ ബൗളിംഗിൽ 6 സ്ഥാനങ്ങൾ മുന്നേറി രണ്ടാമതായി. ശ്രീലങ്കയുടെ മഹീഷ് തീക്ഷണയാണ് ഒന്നാമത്. ജഡേജ 10ാം സ്ഥാനത്താണ്. മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നിവർ 13, 14 സ്ഥാനങ്ങളിൽ. ഏകദിന ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർ സായിയാണ് ഒന്നാമത്. ജഡേജ ഈ പട്ടികയിൽ 10ാം സ്ഥാനത്തും അക്സർ പട്ടേൽ 13ാം സ്ഥാനത്തുമുണ്ട്. ടീം റാങ്കിങ്ങിൽ